ഒരു പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് ഭക്ഷണവും വെള്ളവും കൊടുക്കാത്തതുകൊണ്ട് ഒരു സ്ത്രീ നരകത്തിൽ കടന്നുപോയി. അതേ സമയത്ത് വളരെ മോശം ചെയ്തിരുന്ന ഒരു സ്ത്രീ ഒരു നായക്ക് വെള്ളം കൊടുത്തതിനാൽ പാപം പൊറുക്കപ്പെട്ടുപോയി. സർവജീവികളോടും കടപ്പാടുണ്ട്, സമൂഹത്തോട് കടപ്പാടുണ്ട്, രാഷ്ട്രത്തോട് കടപ്പാടുണ്ട്. രാഷ്ട്രം എന്ന് പറയുന്നത് കുറച്ച് മണ്ണല്ല, കുറച്ച് പൂഴിയല്ല, കുറച്ച് കല്ലുകളല്ല. രാഷ്ട്രത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. ആ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന മറ്റ് ജീവികളുമാണ് അതിൽ പ്രധാനപ്പെട്ടത്. രാഷ്ട്രത്തിൽ മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സസ്യങ്ങളും മത്സ്യങ്ങളും മൃഗങ്ങളും ജന്തുക്കളും ഇഴജന്തുക്കളും എല്ലാറ്റിനോടും നമുക്ക് കടപ്പാടുണ്ട്. വെറുതെ ഒരു തെങ്ങങ്ങ് മുറിക്കാൻ പറ്റില്ല, വെറുതെ ഒരു മരമങ്ങ് മുറിക്കാൻ പറ്റില്ല. വളരെ ശ്രദ്ധിച്ചിട്ടേ ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ പറ്റൂ. അതാ സസ്യങ്ങൾ കുഴിച്ചിടാനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്, മുറിച്ച് നശിപ്പിക്കാനല്ലല്ലോ എന്ന് മനസ്സിലാക്കി ഒരാവശ്യത്തിന് മരം മുറിക്കുമ്പോൾ അത് തടുക്കാനും പാടില്ല. മറിച്ച് അത് മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി മുറിക്കേണ്ടി വന്നാൽ മുറിക്കണം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കണ്ടില്ലേ, ഒറ്റ രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്തൊരു ജീവി അടുത്ത് ലക്ഷക്കണക്കിന് ഒന്നായിട്ട് അങ്ങോട്ട് കൊന്നുപോയി. എനിക്ക് ഓർമ്മ കൊണ്ടില്ല, താറാവ്. ലക്ഷക്കണക്കിന് താറാവുകളെ ഒന്നായിട്ട് ആലപ്പുഴ ജില്ലയിൽ അങ്ങോട്ട് കൊന്നുകളഞ്ഞു. എന്താ ചെയ്യാ? പ്രതിപക്ഷത്തുമില്ല പാർട്ടിക്കാര്, ഭരണപക്ഷത്തുമില്ല, ഒരാളും സിന്ദാബാദ് വിളിക്കാനില്ല. കൊന്നുകളഞ്ഞു, എല്ലാ താറാവിനെയും കൊന്നുകളഞ്ഞു. നമ്മളെ ഒരു ഗതികേട്, ഒരു രോഗം വരുമ്പോ അതിനെ പ്രതിരോധിക്കാൻ കൊല്ലല് ചികിത്സ, അങ്ങനെ എന്ത് ചെയ്യാനായിട്ട് ആശുപത്രിയൊക്കെ ധാരാളമുണ്ട്. പല്ല് വേദനയായിട്ട് യാതൊരു നിർവാഹമില്ല, ഡോക്ടറെ പല്ലം കെടുത്താളിയാണ്. അപ്പൊ വേറൊരാള് തലവേദനയായിട്ട് ഒരാളുണ്ട്, അയാളിങ്ങനെ ആലോചിച്ച് പഠിച്ചോണേ ഇയാളെങ്ങനെ തലം കെടുത്താളാന്ന് പറഞ്ഞിട്ട് കുടുങ്ങുമല്ലോ, നമ്മൾ ഇയാളെ കാണിക്കണ്ട. ഞാനൊരു തമാശ പറഞ്ഞതാ. ഇതാണോ ചികിത്സ? പല്ലെടുക്കുക എന്നതാണോ ചികിത്സ? തലയെടുക്കുക എന്നതാണോ ചികിത്സ? ഇതുപോലെ പ്രതിരോധിക്കാൻ വകുപ്പുണ്ടായില്ല. അപ്പോൾ പിന്നെ താറാവുകളെ കൊല്ലലേ നിർവാഹമുണ്ടായുള്ളൂ. ആരും എതിർപ്പ് പറഞ്ഞില്ല. എന്തേ കാരണം? മനുഷ്യജീവൻ രക്ഷപ്പെടുത്താൻ താറാവിനെ കൊല്ലേണ്ടി വന്നാൽ കൊല്ലണം. ഏത് ജീവിയെയും കൊല്ലേണ്ടി വന്നാൽ മനുഷ്യജീവന് വേണ്ടി, മനുഷ്യജീവൻ സംരക്ഷിക്കാൻ വേണ്ടി കൊല്ലേണ്ടി വന്നാൽ കൊല്ലണം. അതിവിടെ അംഗീകരിക്കാതെ ഒരാൾക്കും നിർവാഹമില്ല. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞുവതെന്നതിന്റെ അർത്ഥം ജീവിതത്തിൽ എല്ലാ വസ്തുക്കളോടും കടപ്പാടുണ്ട്. അനാവശ്യം ഒന്നിനെയും കൊല്ലാൻ പാടില്ല, ഒന്നിനെയും ആക്രമിക്കാൻ പാടില്ല, ഒന്നിനെയും ശല്യം ചെയ്യാൻ പാടില്ല, ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. അങ്ങനല്ലേ ഫത്ഹുൽ മുഈൻ മുത്തഅല്ലിമിയൊക്കെ അറിയാം. ഒരു പൂച്ച ഒരു സ്ഥലത്ത് നിന്ന് ഒരു എലീനെ പിടിക്കുന്നത് കണ്ടു. അപ്പൊ പൂച്ചന്റെ വായിലൊക്കെ നജസ്, ധാരാളം നജസായി. ആ പൂച്ച നമ്മളെ സദസ്സിൽ നിന്ന് പോയി, കുറെ അങ്ങോട്ട് പോയിട്ട് മടങ്ങി വന്നിട്ട് ഒരു ബക്കറ്റ് വെള്ളത്തിൽ മുഖം കുത്തി. എന്നാൽ ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല്ലേ? ഫത്ഹുൽ മുഈൻ എന്താ പറഞ്ഞത്? ആ പൂച്ച പോയ സ്ഥലത്ത് എവിടെയെങ്കിലും കൂടുതൽ വെള്ളമുള്ള കുളമോ അല്ലെങ്കിൽ പുഴയോ അങ്ങനത്തെ വല്ലതും ഉണ്ടെങ്കിൽ ആ പൂച്ചനെ പറ്റി നല്ലത് വിചാരിക്കണം. ആ പോയ സമയത്ത് ആ കുളത്തുനിന്ന് മൂപ്പര് വായിൽ വെള്ളമൊക്കെ കുപ്പിളിച്ച് പൊതുവെല്ലെടുത്ത് വന്നതായിരിക്കും എന്ന നിലക്ക് ഈ ബക്കറ്റിലെ വെള്ളം നമുക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, കാരണം മൂപ്പര് പോയപ്പോ വായി വൃത്തിയായിട്ടുണ്ടാവും എന്ന് നല്ലത് വിചാരിക്കണം. അപ്പൊ ഏത് പൂച്ചനെ പറ്റിയും നല്ലത് വിചാരിക്കണം, ഒരാളെ പറ്റിയും വടക്ക് വിചാരിക്കാൻ പാടില്ല. അതുപോലെ ഏതെങ്കിലും ഒരാള്, അതാ നമ്മളെ ദൃഷ്ടിയിൽ ഒരാൾ കള്ളു കുടിച്ച് വരുന്നത് കണ്ട് ഓൻ മരിക്കുന്നവരെ അവൻ കള്ളുകൂടിയാണെന്ന് വെച്ച് അവനെ തള്ളരുത്. മറിച്ച് അവൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാന്റെ അന്ന് തൗബ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കഴിഞ്ഞ റമദാനിൽ തൗബ ചെയ്തിട്ടുണ്ടാവും. കാരണം റമദാൻ കഴിഞ്ഞു പോയില്ലേ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച കഴിഞ്ഞു പോയില്ലേ, അല്ലെ റജബ് മാസം പറഞ്ഞില്ലേ, അതിനുശേഷം അയാൾ തൗബ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ എല്ലാരെ പറ്റിയും നല്ലത് വിചാരിക്കണം, വടക്ക് വിചാരിക്കാൻ പാടില്ല. എത്രത്തോളം ഫത്ഹുൽ മുഈനിൽ തന്നെ വേറൊരു മസലയുണ്ട്. നമ്മളിങ്ങനെ വരുമ്പോ ഒരു നായ ഒരു ബക്കറ്റിൽ നിന്ന് തല ഉയർത്തുന്നത് കണ്ടു. ആ ബക്കറ്റിൽ വെള്ളമുണ്ട്. നായ അത് തൊട്ടിട്ടുണ്ടോ ഇല്ലേ അത് നമുക്കറിയില്ല. ബക്കറ്റിൽ നിന്ന് തലപൊക്കുന്നത് നമ്മൾ കണ്ടതാ. എന്നാൽ എന്താ ചെയ്യാ? ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ? ഓ, ഉപയോഗിക്കാലോ. എന്തേ കാരണം? അത് വെള്ളം തൊടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഒരാള്, പിന്നെ ഈ നായ എന്തിനാ ഈ ബക്കറ്റിൽ ഇങ്ങനെ തലപൊക്കി തല താഴ്ത്തിയത്? നമ്മളൊക്കെ കിണറ്റിൽ തല താഴ്ത്തി നോക്കല്ലേ, എത്ര വെള്ളമുണ്ട് നോക്കിയത്, എത്ര ലിറ്റർ വെള്ളമുണ്ട് നോക്കിയത്. അപ്പോഴേക്കത് തൊട്ടു എന്ന് വിചാരിക്കണോ? തൊട്ടിട്ടില്ല എന്ന് വിചാരിച്ചൂടെ? ഏത് നായനെ പറ്റി നല്ല വിചാരിക്കണം.
അങ്ങനെയാ. ഒരിക്കലും മറ്റൊരാളെ തെറ്റിദ്ധരിക്കരുത്. അതാണ് ഇസ്ലാം. ആരെയും തെറ്റിദ്ധരിക്കരുത്. എല്ലാവരെ സംബന്ധിച്ചും നല്ലത് ധരിക്കണം. നമ്മുടെ മനസ്സെപ്പോഴും നല്ലതായിരിക്കണം. മറ്റൊരാളോട് അസൂയ വെക്കരുത്, അഹങ്കാരം കാണിക്കരുത്. അവകാശങ്ങൾ കൊടുത്തു വീട്ടണം. എല്ലാ വസ്തുക്കളോടും അവകാശം കൊടുത്തു വീട്ടണം. നമ്മുടെ ശരീരത്തിന്റെ അവകാശം അതും നമ്മൾ കൊടുക്കണം. അല്ലാഹു നിഷിദ്ധമാക്കിയത് സൂക്ഷിച്ച് ജീവിക്കണം. സുഹൃത്തുക്കളെ, എന്ത് നല്ല വെള്ളമാണ് ഇളനീർ വെള്ളം. ഇന്ന് നേരം വെളുത്തതിന് ശേഷം ഞാൻ ഇളനീർ കുടിച്ചിട്ടുണ്ട്. എന്തൊരു നല്ല വെള്ളമാണ്. കുടിച്ചാൽ എന്തൊരു ക്ഷീണം മാറുകയാണ്. നല്ല സാധനം ഇളനീർ വെള്ളം. അതുപോലെ ചായ, സുബ്ഹാനല്ലാഹ്. ഞാൻ ഇപ്പം അടുത്ത് മസ്കത്ത് പോയപ്പോ ഒരു പീടിയെ കൊണ്ടുപോയി ധാരിപ്പിച്ച് 55 വിധം ചായയാണ് അവിടെ. 55 സൈസ് ചായ ഇനം. എത്ര ചായ അല്ലാഹു തആല തന്നത്. ജ്യൂസ് പിന്നെ എണ്ണം പറയണോ? സുബ്ഹാനല്ലാഹ്. ഈ വെള്ളങ്ങളൊക്കെ തന്ന രാജാവ് ഒരേ ഒരു വെള്ളം വിരോധിച്ചു. അത് ലഹരിയുള്ള വെള്ളമാണ്. മദ്യം വിരോധിച്ചു. അത് ബുദ്ധി നശിപ്പിക്കുന്നതാണ്. അതേ ശരീരത്തിന്റെ ആരോഗ്യം തകർക്കുന്നതാണ്. മനുഷ്യനെ അധപ്പതിപ്പിക്കുന്നതാണ്. മനുഷ്യനെ ദാരിദ്ര്യത്തിൽ കൊടുക്കുന്നതാണ്. അല്ല പോരാ. ഉമ്മയോട് ഭാര്യയോട് പറയുന്ന വാക്ക് പറയും ചിലപ്പോ. സുബ്ഹാനല്ലാഹ്. ഭാര്യയോട് ഉമ്മാനോട് പറയേണ്ടത് പറയും ചിലപ്പോ. സുഹൃത്തിനോട് പറയേണ്ടത് ബാപ്പയോട് പറയും. ബാപ്പയോട് പറയേണ്ടത് സുഹൃത്തിനോട് പറയും. വലിയ നാശകാരിയല്ലേ ലഹരി. ഞാനത് പറയണോ? ഇപ്പൊ ഞങ്ങൾ വണ്ടി ഓടിച്ചിങ്ങനെ വരുമ്പോ സുബ്ഹാനല്ലാഹ് പാലക്കാട് വണ്ടി ഓടിക്കുമ്പോ ഞാൻ പറഞ്ഞതാ ലെവലില്ല കേട്ടോ. അപ്പോ നാക്ക് ലാമൽ ഫെയ്തി വലിയ നടക്കുന്നത്. ലാമൽ ഫെയ്തിയാൽ ഒരു കാലിങ്ങനെ പദാർത്ഥം, ലഹരിയുള്ള വസ്തുക്കൾ, ലഹരി പാനീയങ്ങൾ, അത് ലോകസത്താവായ അല്ലാഹു വിരോധിച്ചു. വയറ് തന്നവനാ വിരോധിച്ചത്, തൊണ്ട തന്നവനാ വിരോധിച്ചത്, വായ തന്നവനാ വിരോധിച്ചത്, വെള്ളം തന്നവനാണ് വിരോധിച്ചത്. കോടിക്കണക്കിന് സമ്പാദിച്ച മുതലാളിമാർ മെഡിക്കൽ കോളേജിന്റെ മേൽപോട്ട് നോക്കി കിടക്കുന്നു. വയറ്റിന് ക്യാൻസറാണ്, തൊണ്ടയ്ക്ക് ക്യാൻസറാണ്. ഒരിറ്റ് വെള്ളം കുടിക്കാൻ കഴിയാതെ വാവിട്ട് നിലവിളിക്കുന്നു. തടുക്കാൻ കഴിയോ? പരിഹരിക്കാൻ കഴിയോ? യജമാനനായ റബ്ബല്ലേ കുടിക്കാൻ ആരോഗ്യം തന്നത്. കുടിക്കുന്ന വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആവശ്യമുള്ളത് ശരീരത്തിലേക്ക് അതാ ലഭ്യമാക്കിയതിന് ശേഷം ബാക്കിയുള്ളത് ഫിൽട്ടർ ചെയ്ത് അനാവശ്യമുള്ളത് പുറത്തേക്ക് തള്ളാൻ സംവിധാനം ചെയ്തത്. ചോദിക്കട്ടെ, ഒരു കിഡ്നിയുടെ പ്രവർത്തനം നടത്താൻ വല്ല യന്ത്രത്തിനും കഴിയുമോ? ഡയാലിസിസ് ചെയ്യുന്ന രോഗികളെ നിങ്ങൾ കണ്ടില്ലേ? അവരെ പ്രശ്നങ്ങൾ എത്രയാണ്, ചെലവെത്രയാണ്, ആരോഗ്യ തകർച്ച എത്രയാണ്, മാനസിക തകർച്ച എത്രയാണ്. എന്നാൽ തന്നെ ആഴ്ചയിൽ പോയി പിന്നെയും പിന്നെയും ചെയ്യുകയാണ്. അതിന് എത്ര ലിറ്റർ വെള്ളമാണ് ആവശ്യം വരുന്നത്, ഏതെല്ലാം ഡോക്ടർമാരുടെ നിർദ്ദേശമാണ് വേണ്ടത്, എന്തെല്ലാം ഉപകരണങ്ങളാണ് വർക്ക് ചെയ്യേണ്ടത്. എന്നിട്ടും ഒരു മനുഷ്യന്റെ ചെറിയ കിഡ്നി എന്ന ഉപകരണത്തിന്റെ ഉപകാരത്തിന്റെ 1000-ൽ 1 ലഭിക്കുന്നുണ്ടോ? യജമാനനായ റബ്ബ് തന്ന അനുഗ്രഹം, കിഡ്നിയുടെ അനുഗ്രഹമാകട്ടെ, ഹാർട്ടിന്റെ അനുഗ്രഹമാകട്ടെ, ശരീരത്തിന്റെ ഏതനുഗ്രഹമാകട്ടെ, ആർക്കാണത് വർണ്ണിച്ച് പറഞ്ഞു തീർക്കാൻ കഴിയുന്നത്? പടച്ച റബ്ബേ, നന്ദി കേട് വന്നെങ്കിൽ മാപ്പാക്കണേ അല്ലാ. നീ തന്ന നിഅമത്തുകൾ വലുതാണ് അല്ലാ. കൊടുക്കേണ്ടത് കൊടുക്കുന്നവൻ, ഹറാമിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവൻ. അതേ, ഫഅമ്മാമൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ. ചിലർക്ക് കൊടുത്താൽ തീർന്നു പോകുന്ന പേടിയാണ്. സുബ്ഹാനല്ലാഹ്, പടച്ചവൻ വാഗ്ദത്തം ചെയ്തതാണ്, കൊടുത്താൽ പകരം തരും. ആ പകരം തരുമെന്ന് വിശ്വസിച്ചവനാകണം.
വസദ്ദഖ ബിൽ ഹുസ്ന എന്നതിന് അങ്ങനെ ഒരു തഫ്സീറുണ്ട്. വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും മഹത്തായ കലിമ അംഗീകരിച്ചവനാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അത് അംഗീകരിച്ചവനാകണം. വസദ്ദഖ ബിൽ ഹുസ്ന, സൽക്കർമ്മങ്ങൾക്ക് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞില്ലേ, അത് അംഗീകരിക്കുന്നവനാകണം. മറ്റൊരു തഫ്സീർ മുതഅല്ലിമീങ്ങളെ, വസദ്ദഖ ബിൽ ഹുസ്ന, അല്ലാഹു കൽപ്പിച്ച ശരീഅത്തിന്റെ നിയമങ്ങളില്ലേ, കൃത്യമായി 5 വക്ത് നിസ്കരിക്കണം, നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, ധർമ്മം ചെയ്യണം, അതേ കുടുംബബന്ധം ചേർക്കണം, ഉമ്മ ബാപ്പയെ പരിഗണിക്കണം, അതേ മക്കളോട് കാരുണ്യം വേണം, കുട്ടികളോട് കാരുണ്യം വേണം, സ്വന്തം ഭാര്യയോട് അക്രമം ചെയ്യരുത്, സ്വന്തം ഭാര്യയെ ചീത്ത പറയരുത്, സ്വന്തം ഭാര്യയെ നിന്ദിക്കരുത്, സ്വന്തം ഭാര്യയെ അവഗണിക്കരുത്, സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കരുത്, സ്വന്തം ഭർത്താവിനോട് അതപകേട് സംസാരിക്കരുത്. അതേ ഭർത്താവിന്റെ ഉമ്മയെ സ്വന്തം ഉമ്മയെക്കാൾ ബഹുമാനിക്കണം, സ്നേഹിക്കണം, ആദരിക്കണം. സ്വന്തം മകന്റെ ഭാര്യയെ സ്വന്തം മകളെക്കാൾ സ്നേഹിക്കണം, സ്വന്തം മകളെക്കാൾ കാരുണ്യം കാണിക്കണം. പരിശുദ്ധ ഇസ്ലാം അങ്ങനെയല്ലേ ഉമ്മമാരെ നമുക്ക് സ്വഭാവം പഠിപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്. ഇവിടെ നിങ്ങൾ മലപ്പുറം ജില്ലയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ചില സ്ഥലത്ത് കല്യാണം കഴിച്ചാൽ പിന്നെ ഒരു ഭരണപക്ഷം ഒരു പ്രതിപക്ഷമാണ്. വരന്റെ പക്ഷം ഭരണപക്ഷം, വധുവിന്റെ പക്ഷം പ്രതിപക്ഷം. പിന്നെ അവൾക്ക് എന്തുണ്ട് കുറ്റമൊന്ന് നോക്കി നടക്കുന്ന ചില ഉമ്മാര്, നിങ്ങൾ ഇവിടെ ഈ ഭാഗത്തൊന്നും അങ്ങനത്തെ ഉമ്മാരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, എന്തുണ്ട് കുറ്റം കണ്ടുപിടിക്കുന്ന ചില ഉമ്മാര്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളെ മക്കളോട്, നിങ്ങൾ ആൺമക്കളോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ എങ്കിൽ ആ ആൺമക്കളുടെ സന്തോഷം നിങ്ങൾ അവരുടെ ഭാര്യമാരോട് നല്ല നിലയ്ക്ക് പെരുമാറുമ്പോഴാണ്. ഇതേപോലെ ഓ പെൺകുട്ടികളെ, നിങ്ങളെ ഭർത്താക്കന്മാരോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? ആ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെ ഭർത്താവ് നിങ്ങൾക്ക് വേണ്ടി വിദേശത്തോ നാട്ടിലോ അന്യനാട്ടിലോ പോയി അധ്വാനിക്കുമ്പോ നിങ്ങൾക്ക് ഡ്രസ്സും ഭക്ഷണവും വാങ്ങിത്തരാൻ, നിങ്ങൾ പ്രസവിച്ച കുട്ടികൾക്ക് ചെലവ് കൊടുക്കാൻ, നിങ്ങളെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന ചെറുപ്പക്കാരന്റെ മനസ്സിന് സന്തോഷമുണ്ടാകണമെങ്കിൽ അവന് വീട്ടിലിരുന്നിട്ട് പ്രായമുള്ള ഉമ്മാനെ നോക്കാൻ കഴിയോ? അവന് വീട്ടിലിരുന്നിട്ട് പ്രായമുള്ള ബാപ്പാനെ പരിചരിക്കാൻ കഴിയോ? അങ്ങനെ വരുമ്പോൾ എന്റെ പ്രതിനിധിയായി എന്നെ സ്നേഹിക്കുന്ന എന്റെ ഭാര്യ എന്റെ ഉമ്മക്ക് വേണ്ട പരിചരണം നടത്തുന്നു, എന്റെ ബാപ്പാക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുന്നു, ബാപ്പയ്ക്ക് വെള്ളം ചൂടാക്കി കൊടുക്കുന്നു, ചായ ഉണ്ടാക്കി കൊടുക്കുന്നു, ബാപ്പയുടെ വസ്ത്രം അലക്കി കൊടുക്കുന്നു. അത് കേൾക്കുമ്പോഴും അറിയുമ്പോഴും ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ ഭാര്യയോടുണ്ടാകുന്ന ഒരു സംതൃപ്തിയും സ്നേഹവും അളക്കാൻ കഴിയുമോ? മൻമാത്തത്ത് വസൗജുഹാ അൻഹാ റാദ് ദഖലത്തിൽ ജന്ന. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിക്കുന്ന സ്ത്രീ സ്വർഗത്തിൽ കടന്നുവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഉൾപ്പെടണ്ടേ യുവതികളെ? അതുകൊണ്ട് തന്നെ സ്വന്തം ഭർത്താവിന്റെ ഉമ്മയെ, സ്വന്തം ഭർത്താവിന്റെ ബാപ്പയെ സ്നേഹാദരവോടുകൂടി നിങ്ങൾ പരിചരിക്കുന്നത് റബ്ബിന്റെ അടുക്കൽ വലിയ സ്ഥാനം ലഭിക്കുന്ന അമലാണ് കേട്ടോ. ഇതുപോലെ ഓ ചെറുപ്പക്കാരെ, ചില കുശുമ്പുള്ള ഉമ്മമാരുണ്ടാകും. ആ ഉമ്മമാര് ചിലപ്പോ നിന്റെ ഭാര്യയെ സംബന്ധിച്ച് ഫിത്നയും ഫസാദും പറയും. അതിനൊരു കാരണം നീ തന്നെയാണ്. നിന്റെ സ്വഭാവത്തിൽ കല്യാണം കഴിഞ്ഞപ്പോ നിന്റെ ഉമ്മാനോട് നേരത്തെയുള്ള ആദരവിനോ സ്നേഹത്തിനോ കുറവ് വരുന്നുണ്ടെന്നൊരു സംശയം നിന്റെ ഉമ്മാക്ക് തോന്നിയാൽ പിന്നെ നിന്റെ ഭാര്യയെ നീ ഒഴിവാക്കുന്നത് വരെ നിന്റെ ഉമ്മ സമരത്തിലായിരിക്കും.
അതുകൊണ്ട് തന്നെ വിവാഹം കഴിച്ചാൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സ്വന്തം ഉമ്മയോട് കാണിച്ചതിന്റെ 10 ഇരട്ടി സ്നേഹം കൂടുതൽ കാണിക്കണം. സ്നേഹം മനസ്സിലുണ്ടായാൽ പോരാ, അത് പ്രകടിപ്പിക്കാൻ നിനക്ക് കഴിയണം. ഉമ്മയോട് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയണം. അതെ, അതുപോലെ തന്നെ ഉമ്മയോട് ബഹുമാനം പ്രകടിപ്പിക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ പ്രായമുള്ള സമയത്ത് ഉമ്മ നിന്നെ തെറ്റിദ്ധരിക്കും. അത് നിന്റെ ജീവിതം മുഴുക്കെ തൊലയാനും തൊലക്കാനും അത് കാരണമായി പോകും. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വിവാഹം എന്ന ഒറ്റ വിഷയത്തിൽ ഞാൻ 5 ദിവസം പ്രസംഗിച്ച സീഡികളുണ്ടല്ലോ, വിശദമായി വേണമെങ്കിൽ കേൾക്കാം. ഇപ്പോൾ ഞാനൊരു സൂചന മാത്രം പറഞ്ഞതാണ്. ഓ സുഹൃത്തുക്കളെ, നമ്മളെല്ലാ രംഗങ്ങളും ചിന്തിച്ച് ജീവിക്കണം. വത്തഖാ, സൂക്ഷിക്കേണ്ടതെല്ലാം സൂക്ഷിക്കണം. വസദ്ദഖ ബിൽ ഹുസ്നാ, ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ, ഇസ്ലാം ദീനിന്റെ നിയമങ്ങൾ അത് സത്യമാണെന്ന് അംഗീകരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരണം. അങ്ങനെ ഒരു മനുഷ്യൻ പോയാൽ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, അവനാ നല്ല നിലക്കുള്ള ജീവിതം നയിക്കാൻ നമ്മളങ്ങ് എളുപ്പമാക്കി കൊടുക്കും. അല്ലാഹ് പറയാണ്, അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് നല്ല നിലയ്ക്ക് ജീവിക്കാൻ ഒരാൾ ഒരുങ്ങിയാൽ അവന് നമ്മൾ എളുപ്പമാക്കി കൊടുക്കും. നിസ്കരിക്കുമ്പോ മടി തോന്നൂല, സുബഹിക്ക് എഴുന്നേൽക്കുമ്പോ ക്ഷീണം തോന്നൂല. അതാ മറ്റുള്ള ആളുകൾ കള്ളു കുടിക്കാൻ വേണ്ടി ക്ഷണിക്കുമ്പോ അങ്ങോട്ട് പോകാൻ മനസ്സ് തോന്നൂല. നല്ല നിലയ്ക്ക് ജീവിതം നയിക്കാൻ ഒരാൾ തയ്യാറായാൽ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى. അതേ സമയത്ത് അള്ളാഹു കൊടുത്ത ആരോഗ്യം കൊണ്ട് ലുബ്ധത കാണിച്ചാൽ, അള്ള കൊടുത്ത സമ്പത്ത് കൊണ്ട് ലുബ്ധത കാണിച്ചാൽ, അള്ള കൊടുത്ത സമയം കൊണ്ട് ലുബ്ധത കാണിച്ച് അള്ളാന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കാതിരുന്നാൽ, വസ്തഗ്നാ, എനിക്ക് ഞാൻ മതി എന്ന ധാരണയിൽ അള്ളാഹുവിലുള്ള വിചാരമില്ലാതെ അവനത് എനിക്ക് സ്വന്തത്തിൽ ഐശ്വര്യം വേണം, അതിന് റബ്ബിന്റെ സഹായം വേണ്ട എന്ന നിലക്ക് പ്രവർത്തനത്തിനിറങ്ങിയാൽ, വകദ്ദബ ബിൽ ഹുസ്നാ, നല്ല കാര്യം കൊണ്ട് അതാ കലിമത്തു തൗഹീദ് കൊണ്ട് കളവാക്കിയാൽ, അതുപോലെ ശരീഅത്ത് കൊണ്ട് കളവാക്കിയാൽ, നല്ല നല്ല ഉപദേശം ലഭിക്കുമ്പോ അതൊന്നും അംഗീകരിക്കാതെ തിരിഞ്ഞു നോക്കാതെ നടന്നാൽ ഫസനിയസ്സിറുഹു ലിൽ ഉസ്റാ, അവന് നിസ്കരിക്കുമ്പോൾ മടി തോന്നുകയാണ്, അവനതാ നല്ലത് ചെയ്യുമ്പോൾ ക്ഷീണം വരികയാണ്, അവന് മാറി നിൽക്കാൻ തോന്നുകയാണ്, അവന് നല്ലതിലേക്ക് മനസ്സ് കിട്ടൂല. അല്ലാഹു തആല അവനെ ഞെരുക്കത്തിലേക്ക് വഴി അതാ തെളിക്കുന്നതാണ്. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ, അവനങ്ങ് ജഹന്നമാകുന്ന നരകത്തിൽ പോയി വീണാൽ, അല്ലെങ്കിൽ വല്ല മുസീബത്തിലും പോയി വീണാൽ, അല്ലെങ്കിൽ വല്ല ആപത്തിലും പോയി ആപതിച്ചാൽ അവനെ ആരാണ് രക്ഷപ്പെടുത്താനുള്ളത്? അവന്റെ സമ്പത്ത് കൊണ്ട് രക്ഷ നേടാൻ കഴിയൂല. ഇന്ന അലൈനാ ലൽ ഹുദാ, ഓ നബിയേ, സന്മാർഗത്തിന്റെ വഴി നമ്മൾ ശരിക്കും ജനങ്ങൾക്ക് പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിപ്പിക്കാൻ അമ്പിയാക്കളെ പറഞ്ഞയച്ചിട്ടുണ്ട്. അവരനന്തരക്കാരായ ആലിമീങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇവരാരും വിവാദത്തെടുത്തില്ലെങ്കിലും ഇവരൊക്കെ തോന്നിവാസികളായി ജീവിച്ചാലും ലോകത്തിന്റെ അധിപനായ എനിക്കൊരു കുറവും വരാനില്ല. വഇന്ന ലനാ ലൽആഖിറത വൽ ഊലാ, ആഖിറവും ദുനിയാവുമൊക്കെ നമ്മൾക്കുള്ളതാണ്, നമ്മൾ അധികാരത്തിലാണ്. അതുകൊണ്ട് ഫഅൻദർതുകും നാറൻ തലല്ലാ, ആളിക്കത്തുന്ന തീയിനെ ഞാനവർക്ക് താക്കീത് നൽകുന്നു. ലാ യസ്ലാഹാ ഇല്ലൽ അസ്ഖല്ലദീ കദ്ദബ വതവല്ലാ. എത്ര വയല് കേട്ടിട്ടും മാറ്റമില്ല, എത്ര തന്നെ അതാ പഠിച്ചിട്ടും മാറ്റമില്ല. അങ്ങനെ കേൾക്കുന്നതൊക്കെ
കാര്യങ്ങളൊക്കെ അങ്ങ് തള്ളിക്കളയുകയും സാലിഹീങ്ങളെ ഉപദേശം സ്വീകരിക്കാതെ പിന്തിരിഞ്ഞു പോവുകയും അങ്ങനെ വലിയ പരാജിതനായി ജീവിക്കുകയും ചെയ്തവരല്ലാതെ ആ നരകത്തിൽ കടക്കൂല നബിയേ. വയുസജ്ജൻ വസയുജന്നബുഹൽ അത്ഖല്ലദീ യുതീ മാലഹു യതസക്കാ. അവനവന്റെ സ്വത്ത് സംസ്കരണം വേണം, നന്നാകണം, ശുദ്ധിയാകണം എന്ന നിലക്ക് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് ചെലവഴിച്ച, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ നരകത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെടും. അള്ളാഹുവെ ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞു എന്റെ പ്രസംഗം നിർത്തുകയാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നങ്ങ് പറഞ്ഞു, അബൂബക്കറെ, ബിലാൽ അതാ ശത്രുക്കൾ വല്ലാതെ മർദ്ദിക്കുന്നു. ബിലാലിന്റെ നെഞ്ഞിലതാ വലിയ പാറക്കല്ലുകൾ വെച്ച് ഉരുട്ടുന്നു. ബിലാൽ അടിമയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ പണത്തിന്റെ വലിപ്പം നോക്കിയിട്ടില്ല. പറയുന്ന പൈസ കൊടുത്തിട്ട്, പണം കൊടുത്ത്, പൊന്നു കൊടുത്തിട്ട് ബിലാൽ റളിയല്ലാഹുവിനെ വാങ്ങി അങ്ങ് മോചിപ്പിച്ചു. അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹ് പറയാണ്, അതേ ഏറ്റവും വലിയ തഖ്വയുള്ള മഹാൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് അവിടുത്തെ സ്വത്ത് ചെലവഴിച്ചത് പേരെടുക്കാനല്ല, പത്രത്തിൽ പേര് വരാനല്ല, സ്റ്റേജിൽ വിളിച്ചു പറയാനല്ല, സ്വയം സംസ്കരണം ലഭിക്കാനാണ്. ആ നിലക്ക് അള്ളാന്റെ പൊരുത്തം കരുതിയിട്ട് സമ്പത്ത് ചെലവഴിക്കുന്ന മുത്തഖീകളുണ്ടല്ലോ. വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ. പക്ഷേ ഏത് നല്ല കാര്യം ചെയ്യുന്നവർക്കും വിമർശകരുണ്ടാകും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ തുക ചെലവഴിച്ചപ്പോ ആളുകൾ ചിലരൊക്കെ പറഞ്ഞത് ബിലാൽ മുമ്പെന്തോ ചെയ്തു കൊടുത്തതിന് പകരം ചെയ്തതാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അതിനെ ഗണ്ണിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പകരം അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ട ഒരു ഗുണം ലോകത്തൊരാളും അബൂബക്കറിന് ചെയ്തു കൊടുത്തിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തനം ഇല്ലബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ, ഉന്നതനായ റബ്ബിനെ കരുതി, റബ്ബിന്റെ പൊരുത്തം കരുതി, റബ്ബിനെ കാണണമെന്ന് കരുതി, റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട് മാത്രമാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ സൽക്കർമ്മം നടത്തിയിട്ടുള്ളത്. വലസൗഫ യറല്ലാഹ്, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അല്ലാഹുവിനെ കാണുന്ന സമയത്ത്, റബ്ബിന്റെ തൃപ്തി കിട്ടുന്ന സമയത്ത്, റബ്ബിന്റെ അതാ പ്രതിഫലം കിട്ടുന്ന സമയത്ത് പൊരുത്തപ്പെട്ടോളും നബിയേ. വിമർശകര് പറയുന്നതൊന്നും ഇവിടെ വിഷയമേ അല്ല. സുഹൃത്തുക്കളെ, അള്ളാഹുവിലേക്ക് മനസ്സ് തിരിയണം. ഏത് വിമർശനങ്ങൾ ഏത് ഭാഗത്ത് നിന്നുണ്ടായിരുന്നാലും അതിനൊന്നും അതാ ചീത്തക്ക് പകരം ചീത്തയോ തെറിക്ക് പകരം തെറിയോ പറയാതെ എല്ലാവരും നന്നാകണം, എല്ലാവരും രക്ഷപ്പെടണം എന്ന നല്ല വിശാലമായ മനസ്സോടുകൂടി നമ്മൾ ജീവിച്ച് മരിക്കണം. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല ഈ പള്ളി നിർമ്മിക്കാൻ സഹായിച്ചവർ, സ്ഥലത്തിന് സഹായിച്ചവർ, അതിൽ പങ്കെടുത്തവർ, അതിനധ്വാനിച്ചവർ, അല്ലാഹു എല്ലാവർക്കും ഖൈർ ചെയ്യുമാറാകട്ടെ. ഇതിന്റെ തൊട്ടടുത്തൊരു ചെറിയ നിസ്കാരപ്പള്ളി ഉണ്ട് എന്നോട് ആരോ പറഞ്ഞു. ആ പള്ളിക്ക് വേണ്ടിയും സഹായിച്ചവർക്കും നിർമ്മിച്ചവർക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ മുളങ്കുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, കുറ്റ്യാടിക്കടുത്താണ്. ഞാൻ കുറ്റ്യാടി ചെല്ലുമ്പോ അവിടെ പള്ളിയില്ല. അവിടെ ഒരു പള്ളിന്റെ ഒരു ചെറിയ പണി തുടങ്ങിയിട്ട് ഇങ്ങനെ ഉണ്ട്. മഹല്ലുമില്ല, പള്ളിയുമില്ല, ഒന്നുമില്ല. അങ്ങനെ സിറാജുൽ ഹുദന്റെ കീഴിൽ ഞാൻ അവിടെ നല്ല ഒരു വലിയ പള്ളി ഉണ്ടാക്കി. അപ്പൊ ആദ്യത്തെ പള്ളി ആദ്യം ഒന്ന് പുനരുദ്ധരിച്ച് അവിടെ ജുമയൊക്കെ ഇട്ട് കുറച്ചു ദിവസം കഴിഞ്ഞ പിന്നെ ചോരുന്ന്, അതുപോലെ തന്നെ സ്ഥലം മതിയാകുന്നില്ല. അപ്പൊ വേറൊരാളൊരു വലിയ പള്ളി ഉണ്ടാക്കി തരാണ്. അങ്ങനെ തൊട്ട് അതേ സ്ഥലത്ത് തന്നെ സ്ഥലം വാങ്ങിയിട്ട് വേറെ പള്ളി ഉണ്ടാക്കി. രണ്ട് പള്ളിയും അപ്പുറം ഇപ്പുറം ഇപ്പോഴും ഉണ്ട്. ഇത് നോക്കിയാൽ കാണാം, രണ്ട് പള്ളി. അപ്പൊ ആൾക്കാരെന്നോട് എന്താ ചെയ്യുക? ഒന്നുമില്ല. ഈ പുതിയ പള്ളിയിൽ കൂടുതൽ ആളുള്ള സമയത്തൊക്കെ ഈ പുതിയ പള്ളിയിൽ നിന്ന് നിസ്കരിക്കും. ആളുകൾ ചിലപ്പോഴൊക്കെ പഴയ പള്ളിയിലും കയറി നിസ്കരിക്കും.
പഴയ പള്ളി കയറി നിസ്കരിക്കുന്നതിനും എല്ലാം പള്ളി തന്നെ, അള്ളാഹുവിന്റെ പള്ളി പഴയതും പുതിയ ഒക്കെ അള്ളാഹുവിന്റെ ഭവനല്ലേ. അതുപോലെ ഇവിടെ തൊട്ടടുത്ത് വേറൊരു പള്ളി കൂടി അവർ പറഞ്ഞു, അവിടെ നിന്ന് നിസ്കരിക്കണം. അതും നമ്മൾ പള്ളിയായി തന്നെ ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ടു പോകണം. അതേ സമയത്ത് കൂടുതൽ ആളുകൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ ജമാഅത്ത് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് വലിയ പള്ളിയിൽ വെച്ച് അത് നടക്കും. അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ ഉണ്ട്. നമ്മൾ മക്ക ഷരീഫ് ചെന്ന് നോക്കിയാൽ കഅബത്തിന്റെ മസ്ജിദുൽ ഹറാമിന്റെ തൊട്ടടുത്ത് എത്ര പള്ളിയുള്ളത്. പൊന്നാനി പോയി നോക്കിയാൽ എത്ര പള്ളിയുള്ളത്. പൊന്നാനിയിൽ എത്ര പള്ളി തൊട്ട് വടകര അങ്ങാടിയിൽ എത്ര പള്ളിയുള്ളത്. കോഴിക്കോട് അങ്ങാടിയിൽ വലിയ അങ്ങാടികളിൽ നോക്കി എത്ര പള്ളിയാ തൊട്ട് പള്ളികളുള്ളത്. അവിടെ പള്ളി തൊട്ടടുത്ത് പള്ളി ഉണ്ടായാലും വലിയ തെറ്റാണ് എന്നൊക്കെ ചില ധാരണകളുണ്ട്. ആ ധാരണകളൊക്കെ തിരുത്തേണ്ടതാണ്. പള്ളി കൂടുതലുള്ളത് കുഴപ്പമൊന്നുമില്ല. ലക്ഷദ്വീപിൽ പോയി നോക്കിയാലും സുബ്ഹാനല്ലാഹ് ഓരോ വർമ്മത്ത് ഓരോ പള്ളി ഉണ്ടാവും ചിലപ്പോൾ. അതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പള്ളിയോടുള്ള ബഹുമാനം കാണിക്കണം. പള്ളി കയറുമ്പോൾ വലത്തേക്കാലെടുത്ത് വെച്ച് കയറണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തേക്കാലെടുത്ത് വെക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ പുറമെ സലാത്ത് ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് ചൊല്ലണം. അള്ളാഹുവിന്റെ കാരുണ്യം ചോദിച്ചുകൊണ്ട് കയറണം. അള്ളാഹുവിന്റെ ഭവനമാണെന്നുള്ള ധാരണ വേണം. ചിലർ പള്ളിയിൽ നിന്ന്, നിങ്ങൾക്ക് വിഷമമുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനിപ്പോൾ അടുത്ത് ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഡോക്ടറെ പരിചയപ്പെട്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരേ ഇരുത്തത്തിൽ ജോലി എടുക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നിൽക്കണം. അവിടെ നിങ്ങളെ നിർത്തിയെങ്കിൽ ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. സുഹൃത്തുക്കളെ, ഒരേ ഇരുത്തിരുന്നാലും ഊരവേദനയാവും, നീരിറങ്ങുമൊക്കെ ചെയ്യും. അപ്പൊ നിന്നാൽ അതിന് മാറ്റം ഉണ്ടാവും. അപ്പോ ഞാൻ പറഞ്ഞത്, നമ്മൾ പള്ളികളെ ബഹുമാനിക്കണം. ആദരിക്കേണ്ടതിനൊക്കെ ആദരിക്കണം. എല്ലാ പള്ളിനെയും ബഹുമാനിക്കണം. പള്ളി അള്ളാഹുവിന്റെ ഭവനമാണ്. ചില ആൾക്കാർ പള്ളിയിൽ നിന്ന് സിഗരറ്റ് വലിക്കുക. ഇവിടെ ഒന്നും അങ്ങനത്തെ ആൾക്കാരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ സിഗരറ്റ് വലിക്കൂല. നേരത്തെ നമ്മളെ ഒരാൾ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, SIയുടെ മുമ്പിൽ നിൽക്കുന്ന ഭക്തി പോലും കാണിക്കുന്നില്ല. അതുപോലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സിഗരറ്റ് വിൽക്കൂല, കോടതിയിൽ നിന്ന് സിഗരറ്റ് വിൽക്കൂല, ഇനി പള്ളിയിൽ നിന്ന് സിഗരറ്റ് വിൽക്കുക. അതും ചില മുസ്ലിംമാർ വലിച്ചാളിയാ. ഇവിടെ ഒന്നും അങ്ങനത്തെ മുസ്ലിംമാരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പള്ളിയിൽ നിന്ന് സിഗരറ്റ് വിൽക്കാൻ പാടില്ല. ഉള്ളിൽ നിന്നാവും പള്ളിയിൽ വരണ്ടെന്ന് പറഞ്ഞത്. കാരണം അത് മോശമായ മണമുള്ള സാധനമാണ്, മലക്കൊക്കെ ബുദ്ധിമുട്ടാവും. പിന്നെ ഈ സിഗരറ്റിന്റെ മണോ എന്തായാലും ബുദ്ധിമുട്ടാവില്ല. ഈ സിഗരറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അത്ര പോയി ബഹുമാനപ്പെട്ട സാധനമൊന്നുമല്ല. ആരോഗ്യത്തിനും കേട്, എല്ലാറ്റിനും കേടാ. അതുകൊണ്ട് ഇപ്പൊ ചെറുപ്പക്കാരൊന്നും ഇപ്പൊ സിഗരറ്റ് വലിക്കില്ല. പഴയ കാലത്തൊക്കെ ചിലർക്ക് വലിച്ചു കുടുങ്ങിപ്പോയതാ. ഇപ്പൊ ചെറുപ്പക്കാരൊന്നും വലിക്കില്ല. ആളുകൾക്കൊക്കെ അറിയും. വളരെ മോശമായ ഒരു പണിയല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ സ്വന്തം വിരല് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എന്നിട്ട് ആ സ്വന്തം വിരല് വായിലിട്ട് ഇങ്ങോട്ടെടുത്ത് പിന്നെയും വെച്ച് പിന്നെയും എടുത്ത് പിന്നെയും വെച്ച് ഇങ്ങനെ 10 പ്രാവശ്യം തങ്ങൾ എന്ത് ഈ മുസ്ലിം ഒരു സംസ്കാരം ഇല്ലാത്ത വായിൽ ഇങ്ങനെ വിരല്, ഈ വിരലിന്റെ സ്വന്തം വിരലേയും വെച്ച് ഈ സിഗരറ്റ് ബീഡി എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ബദിരിങ്ങൾ ഇത് തെരച്ചുണ്ടാക്കിയ ഈ ആരൊക്കെ തൊട്ട സാധനമായിരിക്കും അത്. ആരൊക്കെ എവിടെ കിട്ട സാധനമായിരിക്കും അത്. അതിങ്ങനെ വായിൽ വെച്ച് പിന്നെയും എടുത്ത് പിന്നെയും വെച്ച് പിന്നെയും എടുത്ത് അതിലിടക്ക് ആലുവ അടുപ്പ് എന്ന് പറഞ്ഞ മാതിരി മൂക്കുന്ന കുറെ പുകയും. അതിന്റെ കഥ പറയണം. ഈ ഇത്ര താണ ഈ ഏർപ്പാട്. ഇപ്പൊ ചെറുപ്പക്കാരൊന്നും സിഗരറ്റ് വിൽക്കുന്നില്ല. ഹറാമുകളും നമ്മൾ പറയണ്ട, എന്തായാലും നിരുത്സാഹപ്പെടുത്തേണ്ട സംഗതിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അത് പള്ളിയിൽ വെച്ച് ചെയ്യരുത്. പള്ളിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, അതിന്റെ പേരിലാണ് ഇപ്പൊ സുബ്ഹാനല്ലാഹ് പല സ്ഥലത്തും ഞാൻ പ്രസിഡന്റ്, ഞാൻ സെക്രട്ടറി, അല്ലെങ്കിൽ ഞാൻ സെക്രട്ടറി ആയ പള്ളി, ഞാൻ പ്രസിഡന്റ് ആയ പള്ളി. എന്ത് അള്ളാന്റെ വീട്ടിന്, രാജാവിന്റെ വീട്ടിന് ഭരണാധികാരിയോ? രാജാവിന്റെ വീട് ഭരിക്കുന്ന ഭരണാധികാരിയാകുകയാണോ അടിമ? വാസ്തവത്തിൽ ഞാനും കുറെ പള്ളിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ തന്നെയാണ്. അതിന്റെ അർത്ഥം ആ പള്ളി ഭരിക്കുന്നവൻ എന്നല്ല. മറിച്ച് രാജാവായ റബ്ബിന്റെ വീട്ടിൽ പല്ലിക്കാട്ടമുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി, രാജാവിന്റെ വീട്ടിലെ മൂത്രപ്പുര നാറുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി, ആ വീട്ടിനോടനുബന്ധിച്ചുള്ള മൂത്രപ്പുര നാറുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി, ആ മൂത്രപ്പുര വൃത്തിയാക്കുന്ന സേവനം ചെയ്യുന്നവനാണ് പ്രസിഡന്റ്. അതേ അതുപോലെ തന്നെ ഹൗദില് വെള്ളമില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിയാണ് സെക്രട്ടറി. അള്ളാന്റെ വീട്ടിന് ഖിദ്മത്തെടുക്കുന്നവനാ പ്രസിഡന്റ്, അള്ളാന്റെ വീട്ടിന് ഖിദ്മത്തെടുക്കുന്നവനാ സെക്രട്ടറി, അള്ളാന്റെ വീട്ടിന് ഖിദ്മത്തെടുക്കുന്നവനാ ഖജാൻജി. അല്ലാതെ ഭരണാധികാരി അല്ല കേട്ടോ. യജമാനന്റെ വീട് ഭരിക്കാൻ അടിമക്ക് അധികാരമില്ല. യജമാനന്റെ വീട്ടിന് ഖിദ്മത്തെടുക്കുന്നവനാണ് മുസ്ലിം, അല്ലാതെ അത് ഭരിക്കുന്നവനല്ല. ഞാൻ ഇന്നലെ കർണാടക സ്റ്റേറ്റിലായിരുന്നു എന്റെ പരിപാടി. രാവിലെ സുബഹി നിസ്കരിച്ച് ഉപ്പിനങ്ങാടിയിൽ നിന്ന് 10-12 കിലോമീറ്റർ അപ്പുറം തെക്കാറ് എന്നൊരു സ്ഥലത്തൊരു പാവപ്പെട്ട പെൺകുട്ടീനെ കല്യാണ വീട്ടിൽ കയറി അവിടുന്ന് ദുആ ചെയ്ത് രാവിലെ പുറത്തിറങ്ങി.
അങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ കാസർഗോഡിനടുത്തൊരു സ്ഥലത്തെത്തിയപ്പോ എനിക്കൊന്ന് മൂത്രമൊഴിക്കണമെന്ന് തോന്നിയപ്പോ ഒരു പള്ളിന്റെ സമീപത്ത് നിർത്തി. പള്ളിയിലും ബാത്റൂമിൽ കയറി. സുബ്ഹാനല്ലാഹ്, ബാത്റൂമിന്റെ ക്ലോസറ്റ് കണ്ടപ്പോ ക്ലോസറ്റിന് മഞ്ഞപ്പുത്തം എന്ന് പറഞ്ഞ ആ വെളുത്ത ക്ലോസറ്റ് മഞ്ഞ കളറാ. എന്താ സംഭവിച്ചത്? അത് ഉപയോഗിക്കുന്ന മനുഷ്യന്മാർക്ക് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, അതൊന്ന് ബ്രഷ് ഇട്ട് കഴുകിക്കൂടെ? നമ്മളെ വീട്ടിലെ ക്ലോസറ്റ് അങ്ങനെയാ, എന്താ ഈ പള്ളിന്റെ അടുത്തുള്ള ക്ലോസറ്റ് മാത്രം ഇങ്ങനെ മഞ്ഞപ്പുത്തായി പോയത്? അത് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ? അള്ളാഹുവിന്റെ ഭവനത്തിന്റെ സമീപത്തുള്ള വസ്തുക്കൾ വൃത്തിയോടെ സൂക്ഷിക്കണ്ടേ? സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ അടുത്തൊരു പള്ളി കയറി. ഞാൻ അതിന്റെ ഒരു ഭാരവാഹിയും കൂടിയാണ്. നിസ്കരിച്ച് ഇറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, പള്ളിക്കൊരു ബർത്തുണ്ട്, ഒരു ബോർഡ് അടിച്ചിട്ടോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തോ ഉള്ള ഒരു ബർത്തുണ്ട്. അതിന്റെ മുകളിലുണ്ട് കുറെ മുസ്ഹഫ് വെച്ചിരിക്കുന്നത്, പഴയ മുസ്ഹഫ്, കുറച്ചൊക്കെ കീറിയതൊക്കെയാ. സുബ്ഹാനല്ലാഹ്, എനിക്ക് വല്ലാതെ സങ്കടമായി പോയി. കാരണം ഈ മുസ്ഹഫിനോട് അദബ് കാണിക്കണ്ടേ? ഇതിങ്ങനെ അവിടെ കൊണ്ടുപോയിട്ടിട്ട് അതിന്റെ മേലെ മാറാല കെട്ടിയിരിക്കുന്നു, അതിന്റെ മുകളിൽ കൂടി പല്ലി ഇങ്ങനെ യാത്ര ചെയ്യുന്നു. ആരും തിന്നോ കാലിൽ എത്രയോ കാലായിട്ട് മുസ്ഹഫ് അതിന്റെ മുകളിൽ. അങ്ങനെ മുസ്ഹഫ് ഇടാൻ പാടുണ്ടോ? മുസ്ഹഫ് അഥവാ ഓതാൻ കഴിയാത്ത വിധം കീറിയതാണെങ്കിൽ അതൊന്ന് എടുത്തിട്ട് വൃത്തിയുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ കരിച്ചിട്ട് അതിന്റെ വെണ്ണീർ അതാ കിണറ്റിലോ പുഴയിലോ കൊണ്ടുപോയി പാറ്റിക്കളഞ്ഞുകൂടെ? അങ്ങനെയെങ്കിലും അതിന്റെ ഹുർമത്ത് സൂക്ഷിക്കണ്ടേ? കാണുന്ന പല്ലിക്ക് കയറിയിരിക്കാനും അതുപോലെ തന്നെ അതാ ചിലന്തി വല കെട്ടാനും വേണ്ടി ഈ പഴയ മുസ്ഹഫുകൾ ഇങ്ങനെ ഇട്ട് അതാ അതിനെ അവഗണിച്ചിടാൻ പാടുണ്ടോ? സുബ്ഹാനല്ലാഹ്, അന്ന് എന്നോടത് ഓർമ്മിപ്പിക്കാൻ മറന്നുപോയി. പിന്നെ ഏതോ ഒരു സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോഴാ ഓർമ്മ വന്നത്. ഉടനെ തന്നെ ഞാൻ അതിന്റെ മാനേജറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഉടനെ ആ മുസ്ഹഫ് എടുത്തിട്ട് അതിന്റെ ഹുർമത്തനുസരിച്ച് സൂക്ഷിക്കണം. സുഹൃത്തുക്കളെ, അദബ് വേണം. വലിയ വിഷയമാണ് അദബ്. പള്ളിയോട് അദബ് വേണം, പള്ളിയോട് അദബ് വേണം. നിങ്ങൾ കാണുന്നില്ലേ, ചില ആളുകൾ മുസ്ലിയാരായി ബിരുദമൊക്കെ എടുത്തതിന് ശേഷം ഉസ്താദുമാരെ ചീത്ത പറഞ്ഞു നടക്കുന്നു, ആലിമീങ്ങളെ കുറ്റം പറയുന്നു. അടിസ്ഥാന കാരണം പള്ളിയിൽ വെച്ച് ജീവിക്കുന്ന സമയത്ത് പള്ളിയോട് അദബുകേട് കാണിച്ചു പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതുപോലത്തെ അദബുകേട് ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാം. അങ്ങനെ വരുമ്പോൾ അവസാനം ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകും കേട്ടോ. അദബ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ബിശ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു കഷ്ണം കടലാസ് കണ്ടു. അതെടുത്തു നോക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയതാണ്. മഹാനവറുകൾ കടലാസ് നിലത്തുനിന്നെടുത്തിട്ട് നന്നായി തുടച്ചൊന്ന് വൃത്തിയാക്കി കീശയിലിട്ടു. നേരെ ഒരു അത്തറ് കച്ചവടക്കാരന്റെ സമീപത്തേക്ക് പോയി. ആകെ കയ്യിൽ 2 ദിർഹമേ ഉള്ളൂ. ആ 2 ദിർഹം കൊടുത്തിട്ട് ഒരു അത്തറിന്റെ കുപ്പി വാങ്ങിയിട്ട് ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയ കടലാസിന്റെ മേലെ അത്തറ് പുരട്ടിയിട്ട് അതാ സുഗന്ധം പുരട്ടി ഒന്ന് ബഹുമാനിച്ചു. അതാ മഹാനവറുകൾ അന്ന് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് കേൾക്കുന്നു, ബിശ്റേ ലൗ طيبن اسمك كما طيبت اسمي. അല്ലാഹ്, റഹ്മാൻ, റഹീം, ഈ 3 പേരുകൾ അല്ലാഹുവിന്റെ മഹത്തായ പേരുകൾ ഉൾക്കൊള്ളുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനെ നിങ്ങൾ സുഗന്ധം പൂശിയതിനാൽ നിങ്ങളുടെ പേരിനെ ഞാനും പരിമളമുള്ളതാക്കും കേട്ടോ. ഹാരിസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ഒരു ദിവസം ചോദിച്ചതായിരുന്നു, നിങ്ങളെ പേര് കേൾക്കുമ്പോ ലോകത്തുള്ള ആളുകളൊക്കെ നബിന്റെ പേര് കേൾക്കുമ്പോലെ ബഹുമാനിക്കുന്നുണ്ടല്ലോ. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, അതെനിക്ക് കിട്ടാൻ കാരണം മോനെ, അല്ലാഹുവിന്റെ പേരിനെ ഞാൻ ബഹുമാനിച്ചതാണ് കേട്ടോ. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ചോളണം, ആദരിക്കേണ്ടതിനെ ആദരിച്ചോളണം. പള്ളിക്ക് വലിയ ബഹുമാനമാണ് കേട്ടോ. പള്ളിയുടെ പേരിൽ സ്ഥാനമാനത്തിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കുന്ന എത്രയോ നാടുകളുണ്ട്. അല്ലാഹു തആല ഈ ഉമ്മത്തിനെ നന്നാക്കി തരട്ടെ. സഹോദരന്മാരെ, സുബ്ഹാനല്ലാഹ്, പള്ളിയിൽ ബാങ്കിന്റെ കലണ്ടർ, ബാങ്ക് എന്ന് പറഞ്ഞാൽ തന്നെ കച്ചവടം നടത്താം, അതിന്റെ പലിശ കച്ചവടം നടക്കുന്ന സ്ഥാപനത്തിന്റെ കലണ്ടർ എങ്ങനെ മുസ്ലിം പള്ളിയിൽ വരുന്നത്? വിവരമില്ലാത്ത ഒരു പള്ളി നടത്തിയിട്ടല്ലേ? ബാങ്കിന്റെ കള്ളു ഷാപ്പിന്റെ ഒക്കെ പരസ്യം വെക്കേണ്ട സ്ഥലമാണോ പള്ളി?
ഓ സഹോദരന്മാരെ, കണ്ണുകൊണ്ട് കാണുന്ന ചില സംഗതികൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കണ്ടത് പറയലല്ലേ നമ്മുടെ ബാധ്യത. അതുകൊണ്ട് പള്ളിയുടെ ഹുർമത്തോടുകൂടെ സൂക്ഷിക്കണം. പള്ളിയോട് ആദരവ് വേണം. പള്ളിയിൽ കയറിയാൽ പടച്ച റബ്ബിനോട് അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്, നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരണം അല്ലാഹ്. രാജാവായ നിന്റെ വീട്ടിൽ വന്ന എനിക്ക് നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറന്നു തരണം അല്ലാഹ്. പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കണം, ബിസ്മി ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം. സുഹൃത്തുക്കളെ, പള്ളി ആദരവോടെ 2 റക്അത്ത് പള്ളിയിൽ തഹിയ്യത്ത് നിസ്കരിക്കണം. പള്ളിയിൽ വെച്ച് ദുനിയാവിന്റെ ഒരു സംസാരവും വേണ്ട. ഖുർആൻ ഓതിക്കോളൂ, ദിക്ർ ചൊല്ലിക്കോളൂ, സലാത്ത് ചൊല്ലിക്കോളൂ, നബി തങ്ങളുടെ മദ്ഹായ മൗലിദ് ഓതിക്കോളൂ, അതുപോലെ തന്നെ ദിക്ർ ചൊല്ലിക്കോളൂ, അതുപോലെ തന്നെ ഇൽമു പറഞ്ഞോളൂ, നല്ല കാര്യങ്ങൾ ചെയ്തോളൂ. മന്നൻസദവാലതൻ ഫിൽ മസ്ജിദി, പള്ളിയിൽ വെച്ച് ഒരാൾ വീണുപോയൊരു സാധനത്തിന്റെ പരസ്യം ചെയ്താൽ, എന്റെ വീണുപോയ പെന്നാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് പള്ളിയിൽ നിന്ന് ഒരാൾ ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതേ, ലാ റദ്ദഹല്ലാഹു ലക്, അവനോട് പറയണം, ലാ റദ്ദഹല്ലാഹു ലക്, അല്ലാഹു നിനക്കത് തിരിച്ചു തരാതിരിക്കട്ടെ. അതിന്റെ കാരണം പള്ളി നിന്റെ പെന്ന് വീണുപോയതിന്റെ പരസ്യം നടത്താനുള്ളതല്ല. പിന്നെ പള്ളിയിൽ രാഷ്ട്രീയം പറയാൻ വേണ്ടി കഥ പറയണോ? രാഷ്ട്രീയം തന്നെ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയമല്ല കേട്ടോ. രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ജനങ്ങളെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്, അതല്ല. അതിൽപ്പെട്ടതാണ് വയലുറൽ ഊർദിയറിലൊക്കെ. നേരെ മറിച്ച് ദുനിയാവിന്റെ ഒരു രാഷ്ട്രീയമില്ലേ, അതെങ്ങനെ? സുബ്ഹാനല്ലാഹ്, തല്ലും പിടിയും കൊല്ലലും. അതുപോലെ തന്നെ നമുക്കറിഞ്ഞൂടെ സുബ്ഹാനല്ലാഹ്, അതെവിടെ? നാട്ടിലും റോട്ടുമ്പോഴും മാത്രമല്ല, നിയമസഭയിലടക്കം. അതല്ല, മറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ദീന് പറയാനുള്ളതാണ് പള്ളി, ദീന് നിലനിർത്താനുള്ളതാണ് പള്ളി, തഖ്വക്ക് വേണ്ടിയുള്ളതാണ് പള്ളി. നല്ല കാര്യങ്ങൾ മാത്രം പള്ളിയിൽ, വേറുള്ള ദുനിയാവിന്റെ ഒരു വിഷയം പാടില്ല. അതല്ലാ റദ്ദഹല്ലാഹു ലക്, ഒരു സാധനം വീണുപോയത് പള്ളിയിൽ നിന്ന് അന്വേഷിച്ചാൽ അതല്ല തിരിച്ചു തരാതിരിക്കട്ടെ എന്ന് പറയണോന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. എന്തുകൊണ്ട്? പള്ളി നിന്റെ ഈ വീണുപോയ സാധനം അന്വേഷിക്കാനുള്ളതല്ല. ഇത് ആ ഹദീസിന്റെ ഒരർത്ഥാണ്. ആ ഹദീസിന് വേറൊരു അർത്ഥവും കൂടി ഉണ്ട്. എന്താ? ലാ, ഇനി മേലിൽ ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. റദ്ദഹല്ലാഹു ലക്, അതേതായാലും അല്ലാഹു തിരിച്ചു തരട്ടെ, അങ്ങനെയും ആ ഹദീസിന് അർത്ഥമുണ്ട്. 2 നിലക്കും അർത്ഥമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തിനാ? അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താനാണ്. അതുകൊണ്ട് പള്ളിയിൽ ദുനിയാവിന്റെ ഒരു സംസാരവും പാടില്ല, മറിച്ച് നല്ല കാര്യങ്ങൾ മാത്രം. പള്ളിയിലൂടെ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയണം. യജമാനന്റെ വീടുമായി ബന്ധപ്പെട്ട് സ്വർഗത്തിൽ കടക്കാൻ കഴിയണം. ഓ സുഹൃത്തുക്കളെ, പള്ളിയെ ആദരിക്കണം. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, സ്വർഗം തരുന്നത് പള്ളിയല്ല, അള്ളയാണ് കേട്ടോ. പള്ളി സ്വർഗം തരൂല, സ്വർഗം തരുന്നവൻ അള്ളയാണ്. ആ അല്ലാഹു പള്ളിയിലേക്ക് ജമാഅത്തിന് ക്ഷണിച്ചത് സ്ത്രീകളെയല്ല, പുരുഷന്മാരെയാണ്. അതുകൊണ്ട് റബ്ബ് പറഞ്ഞു, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാൽ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. പുരുഷന്മാരാണ് പള്ളിയിൽ നിസ്കരിക്കുന്നവരെന്ന് ഖുർആൻ പറഞ്ഞു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സ്വർഗത്തിലേക്കുള്ള പാത നമുക്ക് വെട്ടിത്തെളിയിച്ചു തന്നത്. ആ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിനേക്കാൾ സ്ത്രീകൾക്ക് എത്രയോ ഖൈർ അവരുടെ വീടാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലെ ഏറ്റവും വലിയ നേതൃത്വം വഹിക്കുന്ന സ്ത്രീകൾക്ക് നേതൃത്വം വഹിക്കുന്ന ബീവി ആയിഷ, ബീവി ഫാത്തിമ, ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹുന്ന. ആ മഹദികളൊന്നും ജമാഅത്തിന് പോയിട്ടില്ല. ഫമാ അലിംതു മിൻഹുന്ന ഇംറഅതൻ ഖറജത് ഇലാ സുജൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ. രാത്രിയോ പകലോ ഒരൊറ്റ ജുമുഅക്കോ ജമാഅത്തിനോ നബി തങ്ങളുടെ വീട്ടിൽ നിന്ന് ഭാര്യമാരോ പെൺകുട്ടികളോ പുറപ്പെട്ടു പോയിട്ടില്ല.
ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളെ വീട്ടിൽ വെച്ച് നിങ്ങൾ നിസ്കരിച്ചോ, പക്ഷേ പള്ളിയുടെ പുരോഗതിക്ക് നിങ്ങളും സംഭാവന കൊടുക്കണം. പള്ളിയിലെ ഉസ്താദിന് നിങ്ങളും ഭക്ഷണം കൊടുക്കണം, നിങ്ങളും വെള്ളം കൊടുക്കണം, നിങ്ങളും അത്തരം കാര്യങ്ങളിൽ പങ്കുചേരണം. നിങ്ങൾ പള്ളിയിലേക്ക് വരുന്നത് അല്ലാഹു തആല നിങ്ങൾക്ക് നിർബന്ധമോ സുന്നത്തോ ആക്കിയില്ലെന്ന് മാത്രമല്ല, നിങ്ങളുടെ മാനസിക പ്രയാസങ്ങളും ശരീരത്തിന്റെ പ്രയാസങ്ങളും ശരീരത്തിന്റെ പ്രകൃതിയും നിങ്ങളെ മറ്റ് ക്ലേശങ്ങളുമൊക്കെ അറിയുന്ന രാജാവായതിനാൽ അല്ലാഹു നിങ്ങൾക്ക് പള്ളിയിൽ പോകേണ്ട കൽപ്പന തന്നില്ല. അത് നിങ്ങളോടുള്ള കാരുണ്യമാണ് കേട്ടോ. ഏതുപോലെ മോനെ, ഇവിടുന്ന് തെങ്ങും കയറുന്ന എത്ര പെണ്ണുങ്ങളുണ്ട്? തെങ്ങും കയറുന്ന പെണ്ണുങ്ങന്മാരുടെ ഉണ്ടോ? ഇല്ല, ആണുങ്ങളേ ഉള്ളൂ അല്ലേ? കവുങ്ങുമലോ അങ്ങനെ തന്നെ ആണുങ്ങളാ കയറുന്നത് അല്ലേ? സുബ്ഹാനല്ലാഹ്. ആണുങ്ങൾക്ക് അള്ളാന്റെ കൽപ്പനയാ തെങ്ങുമലും കയറണം, കവുങ്ങുമലും കയറണം, ലോറിയിലും കയറണം, കടലിലും പോകണം. എല്ലാ സ്ഥലത്ത് പോയി അധ്വാനിച്ചുണ്ടാക്കിയിട്ട് ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കണം. ഭാര്യ വീട്ടിൽ തന്നെ അവിടെ ഇരുന്നോട്ടെ, അങ്ങനെയാ കൽപ്പന. അതിന്റെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ പുറത്തിറങ്ങിയിട്ടുള്ള തൊഴിലും ജോലിയൊന്നും ഇങ്ങനത്തെ ഭാരമൊന്നും അല്ലാഹു തആല സ്ത്രീകളെ ഏൽപ്പിക്കുന്നില്ല. സ്ത്രീകളെ രാജകീയമായിട്ട് വീട്ടിലിരുത്തിയിട്ട് അവരെ നല്ല സുഖസുന്ദരമായിട്ട് ജീവിക്കാനാണ് അല്ലാഹു തആല സ്ത്രീകൾക്ക് സൗകര്യം ചെയ്തു കൊടുത്ത്. നമ്മളെ പോലെ എയർപോർട്ടിൽ പോയിട്ട് ക്യൂ നിൽക്കാനും പാസ്പോർട്ട് ഓഫീസിൽ പോയി ക്യൂ നിൽക്കാനും അതിനൊന്നും പെണ്ണുങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടി നമ്മളെ കൂടെ കൂട്ടാൻ വേണ്ടി ചിലപ്പോൾ പാസ്പോർട്ട് എടുക്കലും എയർപോർട്ട് പോക്കൊക്കെ ഉണ്ടാവും. അത് നമുക്ക് വേണ്ടി വരികയാണ്. അധ്വാനിക്കാൻ സ്ത്രീകൾ അധ്വാനിച്ചിട്ട് ഭർത്താവിന് ചെലവ് കൊടുക്കണമെന്ന് പറഞ്ഞില്ല. മക്കൾക്ക് ചെലവ് കൊടുത്തോളണം, ഭർത്താവ് ഭാര്യയ്ക്കും ചെലവ് കൊടുത്തോളണം, കുട്ടികൾക്കും ചെലവ് കൊടുത്തോളണം, ഡ്രസ്സും കൊടുത്തോളണം, എല്ലാം കൊടുത്തോളണം. ഒക്കെ പുരുഷന്മാരെ ഏൽപ്പിച്ച്. അതുപോലെ അത്തരത്തിലൊരു ഭാരമാണ് പള്ളിയിൽ പോയി നിസ്കരിക്കലും പള്ളിയിൽ ഹാജരാകലും. അത് പാവപ്പെട്ട പെണ്ണുങ്ങളെ ഏൽപ്പിക്കേണ്ട. പെണ്ണുങ്ങൾ സാധുക്കൾ ഒരേ നിസ്കരിച്ചാൽ മതി. അല്ലാഹുവിന്റെ കാരുണ്യമാണ്. ആ കാരുണ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുകൊണ്ട് സ്ത്രീകൾ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ മതി. അല്ലാത്തവർ പള്ളിയിൽ ജമാഅത്തിൽ വരണം. പള്ളി വലിയ ജോറായിട്ട് ഉണ്ടാക്കിയാൽ പോരാ. നാളെ സുബഹിന്റെ ജമാഅത്തിന് എത്ര ആളുണ്ടായിരുന്നു നാളെ രാവിലെ വിളിച്ചു ചോദിച്ചാൽ, പള്ളി ഉദ്ഘാടനം ചെയ്തല്ലേ ഇന്ന്? അല്ലേ, ഇന്ന് വൈകുന്നേരം പള്ളി ഉദ്ഘാടനം ചെയ്തേ. നാളെ രാവിലെ ഇൻഷാ അല്ലാഹ് ഒരു ഉച്ച സമയത്ത് ഇവിടുത്തെ മുസ്ലിയാരെ നമ്പർ ഒന്ന് തരണം. സുബഹിക്ക് എത്ര ആളുണ്ടായിരുന്നു ഒന്ന് വിളിച്ചു ചോദിച്ചു നോക്കണം. അല്ലെങ്കിൽ പിന്നെ ഇതെന്തിനാ ഉണ്ടാക്കിയച്ച്? മുസ്ലിയാർക്ക് ശമ്പളം കൊടുക്കാനാ? തൊട്ടടുത്ത വീട്ടുകാർ മുഴുവനും പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കണം. സുബഹിന്റെ ജമാഅത്തിനാണ് ഏറ്റവും വലിയ ബഹുമാനം. അത്ര ബഹുമാനമുള്ള ഒരു ജമാഅത്തുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ പോവാൻ, അപ്പോഴേ സുബ്ഹാനല്ലാഹ് ഒരു സഹാബി, ഞാനിപ്പോ പേര് മറന്നു, മൂപ്പര് അന്ന് സുബഹിക്ക് പള്ളിയിൽ വന്നിട്ടില്ല. അപ്പൊ ഉമ്മാനെ കണ്ട് ഉമ്മാനോട് എന്തേന്ന് മകൻ വരാതിരുന്നതെന്ന് ചോദിച്ചു. മകൻ ഇന്നലെ രാത്രി ഫുള്ളായി ചെയ്തേറ്റ് നിസ്കരിച്ചതുകൊണ്ട് ഉറങ്ങിപ്പോയതാണ്, ജമാഅത്തിലെത്തിയിട്ടില്ല. സുബഹി കളാക്കിയിട്ടൊന്നുമില്ല, ജമാഅത്തിലെത്തിയിട്ടില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫുള്ള് നിസ്കരിക്കുന്നതിനേക്കാളും രാത്രി മുഴുവൻ എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിനേക്കാളും എനിക്ക് താല്പര്യം സുബഹിന്റെ ജമാഅത്തിൽ പങ്കെടുക്കുന്നതാണ്. അത്ര വലിയ ബഹുമാന സുബഹിന്റെ ജമാഅത്തിന്. അതുകൊണ്ട് സുബഹിന്റെ ജമാഅത്തിൽ പരമാവധി ആളുകൾ വരണം. എല്ലാ ജമാഅത്തിനും വരണം. അല്ലാഹു തആല നല്ല കാര്യങ്ങൾക്ക് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അർഹമർ റഹീമിനായ റബ്ബേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്കുത്തരമുള്ള മജ്ലിസാക്കണം റഹ്മാനേ. നല്ല നിയ്യത്ത് വേണം, നല്ല നിയ്യത്ത് വേണം. ഈ മലപ്പുറം ജില്ലയിൽ ഒരു ചെറുപ്പക്കാരൻ വേങ്ങരക്കടിച്ചു. ഞാൻ ദിബ്ബയിൽ ഒരു ദിവസം റമദാനിൽ വഅദ് പറയാൻ പോയി. വഅദ് കഴിഞ്ഞ് ഏകദേശം രാത്രി 1:30 മണിക്ക് അവിടുന്ന് പുറപ്പെട്ട് വേറൊരു സ്ഥലത്ത് 3 മണിക്ക് വഅദ് പറയാൻ പോകാൻ. ഇപ്പൊ സമയത്തിലായി 12 മണിയായില്ല, റമദാനില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് വണ്ടി കയറി പോയി. ഈ ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങളെ കാണണമെന്ന് വിചാരിച്ചിട്ട് വന്ന് നിങ്ങളൊന്ന് കാണാൻ വേണ്ടി നിന്നപ്പോ നിങ്ങൾ പെട്ടെന്ന് കയറി പോയി കളഞ്ഞു. എന്നോട് കംപ്ലൈന്റ് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, അപ്പുറത്ത് പാവം തൊഴിലാളികൾ കാത്തിക്കുന്നുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് പോയത്, അതൊന്നും വിചാരിക്കണ്ട. അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ എന്റെ കച്ചവടം മുഴുവനും പൊളിഞ്ഞുപോയ ഒരു സമയത്ത് ഉസ്താദ് ഇവിടെ വന്നപ്പോ
ഉസ്താദിനോട് ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞിരുന്നു. അപ്പോൾ ഉസ്താദിന് ദിക്ർ എഴുതി തന്നിരുന്നു. ഇപ്പം എനിക്ക് നല്ല ബിസിനസ്സുകളുണ്ട്, ആ സന്തോഷം പറയാനായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നിങ്ങളേതായാലും സിറാജുൽ ഹുദയിൽ വരണമെന്ന്. അയാൾ പിന്നെ സിറാജുൽ ഹുദയിൽ വന്ന് 3.5 ലക്ഷം ഉറുപ്പിയും തന്നു. ഇരിക്കട്ടെ സഹോദരൻ, അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ കച്ചവടം പൊളിഞ്ഞിരുന്ന സമയത്ത് എന്റെ ചെറുപ്പക്കാരായ യുവാക്കളായ സ്നേഹിതന്മാർ എന്നെ ഉപദേശിച്ചിരുന്നു, മദ്യപിക്കണം, ലഹരി ഉപയോഗിച്ചാൽ മനസ്സമാധാനം ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴാണ് നിങ്ങൾ വന്നപ്പോൾ ദിക്ർ എഴുതി തന്നത്. എനിക്ക് ദിക്ർ കൊണ്ട് മനസ്സമാധാനം കിട്ടി, എനിക്ക് അൽഹംദുലില്ലാഹ് അല്ലാഹു വലിയ ബർക്കത്ത് തന്നു എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, ഞാനിത് പറഞ്ഞത് എന്റെ ചെറുപ്പക്കാരെ ശ്രദ്ധിക്കാനാണ്. ഒരിക്കലും തന്നെ മനസ്സമാധാനം കിട്ടുമെന്ന് പറഞ്ഞ് ഏത് ശൈത്താൻ നമ്മെ ഉപദേശിച്ചാലും, ഏത് ശൈത്താനെ വഴിപ്പെട്ടവൻ ഉപദേശിച്ചാലും, ചെറുപ്പക്കാരെ നിങ്ങൾ ലഹരി ഉപയോഗിക്കരുതേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ശരിബ മുസ്കിറൻ, വല്ലവനും ലഹരി കുടിച്ചാൽ അല്ലാഹു ഏറ്റെടുത്ത കാര്യമാണ് യസ്ഖിഹു മിൻ തീനത്തിൽ ഖബാൽ, അവനെ അല്ലാഹു തീനത്തുൽ ഖബാൽ കുടിപ്പിക്കും. സഹാബത്ത് ചോദിച്ചു, എന്താ നബിയെ തീനത്തുൽ ഖബാൽ? അവിടുന്ന് പറഞ്ഞു, അറഖു അഹ്ലിന്നാർ ഔ സാറത്തു അഹ്ലിന്നാർ. ഫിർഔനും ഹാമാനും നമ്രൂദും ഖാറൂനും, അതേ അബൂജഹലും ഉത്ബത്തും ശൈബത്തും ഒക്കെ നരകക്കാരല്ലേ? ആ നരകത്തിൽ നിന്ന് അവരെ ശരീരം പഴുത്തിട്ട്, അതേ ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നമിൽ നിന്ന് അതാ പൊള്ളിയിട്ട് ശരീരം പഴുത്തിട്ട് ചലവിങ്ങനെ ഒലിക്കുമ്പോൾ, നീരൊലിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്നൊലിക്കുന്ന ചലവും നീരുമാണ് തീനത്തുൽ ഖബാൽ. അത് ലഹരി കുടിക്കുന്നവന് അല്ലാഹ് കുടിപ്പിക്കാതിരിക്കൂല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കരുത്. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കേട്ടിട്ടില്ലേ നിങ്ങൾ? മഹാനവറുകളെ കാല് മുറിക്കണമെന്ന് വൈദ്യന്മാര് പറഞ്ഞപ്പോ, ഇന്നത്തതുപോലെയുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളില്ല, അതുപോലെ സംവിധാനങ്ങളില്ല. ഈർച്ചമാളി വെച്ച് മുറിക്കണം, അത്തരം വലിയ രോഗമാണ്. കാലിന് ആ രോഗം മേൽപോട്ട് പകരുമെന്ന ഭയമാണ്. മുറിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ മുറിക്കൽ നിർബന്ധമാണെങ്കിൽ മുറിച്ചോളൂ വൈദ്യന്മാരെ. അവര് പറഞ്ഞു, നിങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല, നിങ്ങൾ കുറച്ച് ലഹരി ഉപയോഗിക്കണം. മഹാനവറുകൾ പറഞ്ഞു, ഇല്ല ഇല്ല, നരകത്തിൽ നിന്ന് അബൂജഹലിന്റെ ചലം കുടിക്കാൻ കഴിയൂല, ഞാൻ ലഹരി ഉപയോഗിക്കൂല. എന്റെ വേദന അറിയാതിരിക്കാനല്ലേ നിങ്ങളങ്ങനെ പറയുന്നത്? ഞാൻ വേദന ക്ഷമിച്ചോളും, സഹിച്ചോളും, അതിനെന്റെ റബ്ബ് എനിക്ക് പ്രതിഫലം തരും. നിങ്ങൾ കാല് മുറിച്ചോളൂ, ഞാൻ ലഹരി ഉപയോഗിക്കൂല. അപ്പോൾ വൈദ്യന്മാര് പറഞ്ഞു, എന്നാ കുറച്ച് യുവാക്കൾ നിങ്ങളെ പിടിച്ചു വെക്കണം, നിങ്ങൾ പിടച്ചു പോകും. വേണ്ട വേണ്ട, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനസ്സിന്റെ സമാധാനം അല്ലാഹുവിനെ ഓർക്കുന്നതിലല്ലേ. സുഹൃത്തുക്കളെ, പടച്ചവനെ സ്നേഹിക്കാൻ വരൂ, റബ്ബിനെ സ്നേഹിക്കാൻ വരൂ. ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്നേഹമുള്ള ഭർത്താവിനെ ഓർമ്മിക്കുമ്പോൾ, സ്നേഹമുള്ള ഭാര്യയെ ഓർമ്മിക്കുമ്പോൾ, സ്നേഹമുള്ള പലതിനെയും ഓർമ്മിക്കുമ്പോൾ വേദന മറന്നു പോകാറില്ലേ? എങ്കിൽ അല്ലാഹുവിനെ മനസ്സുകൊണ്ട് ഓർമ്മിച്ചാൽ എന്റെ വേദന അതാ എനിക്കറിയാത്ത വിധത്തിൽ ഞാൻ നുസബ്ബിഹുല്ലാഹ വഉകബ്ബിറുല്ലാഹ വഅഹ്മദുല്ലാഹ്, ഞാൻ സുബ്ഹാനല്ലാഹ് ചൊല്ലും, ഞാൻ അൽഹംദുലില്ലാഹ് ചൊല്ലും, ഞാൻ അല്ലാഹു അക്ബർ ചൊല്ലും, ഞാൻ എന്റെ റബ്ബിന്റെ ദിക്റിലങ്ങ് ലയിക്കും. അപ്പോൾ നിങ്ങൾ എന്റെ കാല് മുറിച്ചോളൂ വൈദ്യന്മാരെ. ബഹുമാനപ്പെട്ടവര് ദിക്റിലങ്ങ് മുഴുകിയപ്പോ വൈദ്യന്മാര് കാല് മുറിച്ചു. വിവരം അറിഞ്ഞിട്ടില്ല കേട്ടോ.
അത് വലിയ ദറജയുള്ള മഹാന്മാരാണ്. നമുക്കങ്ങനത്തെ ദറജകളൊന്നുമില്ല. എങ്കിലും ഞാൻ പറയട്ടെ, യജമാനനായ റബ്ബിനെ സ്നേഹിച്ച് ദിക്ർ കൊണ്ടതാ മനസ്സമാധാനം കണ്ടു. ഒരിക്കലും തന്നെ ലഹരി കൊണ്ട് മനസ്സമാധാനം കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങൾ നശിക്കരുതേ ചെറുപ്പക്കാരെ. ആയിരക്കണക്കിന് വെള്ളം തന്ന രാജാവ് നജസ് കുടിക്കരുതെന്നല്ലേ നമ്മളോട് പറഞ്ഞത്? നജസല്ലേ മൂത്രം, നജസല്ലേ ഛർദിച്ചത്, നജസല്ലേ കാഷ്ടം, നജസല്ലേ രക്തം. എന്നാൽ അതിനേക്കാളൊക്കെ ഗൗരവമുള്ള നജസല്ലേ കള്ള്. ആ കള്ളാകുന്ന നജസ് കുടിക്കുന്നവരെ കൂട്ടത്തിൽ ഒരു യുവാവും പെട്ടുപോകരുതേ. ജീവിതത്തിൽ വല്ലപ്പോഴും ദുർബല നിമിഷത്തിൽ തെറ്റ് വന്നു പോയെങ്കിൽ അള്ളാഹുവിന്റെ ഭവനമായ പള്ളി ഉദ്ഘാടനം ചെയ്ത ഈ സദസ്സിൽ വെച്ച് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ്, നിന്റെ വീട് ഉദ്ഘാടനം ചെയ്യുന്ന സന്തോഷത്തിന് വന്നവരാണ് ഞങ്ങൾ ആലിമീങ്ങളെ മുഖത്ത് നോക്കിയവരാണ്, ഞങ്ങൾ സയ്യിദന്മാരെ കണ്ട് സന്തോഷിച്ചവരാണ്. റബ്ബേ, നിന്റെ ഭവനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സന്തോഷം പ്രകടിപ്പിച്ച ഞങ്ങളിൽ നിന്ന് ദുർബല നിമിഷത്തിൽ വല്ല തെറ്റും വന്നു പോയെങ്കിൽ ഈ സദസ്സിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാഹ്. ഒരാൾ മദ്യപിച്ചവനാണെങ്കിൽ, മറ്റൊരാൾ അന്യപെണ്ണിന്റെ മുഖത്ത് നോക്കിയവനാണെങ്കിൽ, വേറെ ഒരാൾ കളവ് പറഞ്ഞവനാണെങ്കിൽ, മറ്റൊരാൾ വാക്ക് ലംഘിച്ചവനാണെങ്കിൽ, മറ്റൊരാൾ മറ്റെന്തെങ്കിലും തെറ്റീതവനാണെങ്കിൽ, റബ്ബേ, ഞങ്ങളിൽ ആരാണ് മഅസൂമീങ്ങളുള്ളത്? ഞങ്ങൾ അമ്പിയാക്കളല്ല, മലക്കുകളല്ല, ആഖിർ സമാനിലെ ചണ്ടി ചവറുകളാണ് അല്ലാഹ്. ഈ പാവപ്പെട്ട എന്റെ സദസ്സിലുള്ള മോമിനീങ്ങൾ എന്നെക്കാൾ എത്രയോ നല്ലവരായിരിക്കാം, നിന്റെ അടുക്കൽ സ്ഥാനമുള്ളവരായിരിക്കാം. ഈ പാവപ്പെട്ടവൻ അവരെ കൂട്ടത്തിൽ ഏറ്റവും പാപിയായിരിക്കാം. ഞങ്ങളൊക്കെ അതിന്റെ സാധുക്കളായ അടിമകളാണ്. ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ ചെറുതും വലുതുമായ സർവ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കിയിട്ടല്ലാതെ ഈ മജ്‌ലിസിൽ ഞങ്ങളെ തിരിച്ചേക്കരുതേ അല്ലാഹ്. ഞങ്ങളെ സർവ്വ ദുആകൾക്കും നീ ഇജാബത്ത് തരണേ അല്ലാഹ്. എല്ലാവരും താജുൽ ഉലമയുടെ പേരിൽ, നൂറുൽ ഉലമയുടെ പേരിൽ, അതുപോലെ ഈ അടുത്ത് മരണപ്പെട്ടു പോയ അബ്ബാസ് അലവി മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹിം അവരുടെ പേരിൽ, ചാരിയത്ത് മരണപ്പെട്ടു പോയ അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ, നമ്മളെ ഉമ്മവാപ്പമാർ, ഉസ്താദുമാർ, ഇത് പാലക്കാട് ജില്ലയോ മലപ്പുറം ജില്ലയോ, ഈ ഭാഗത്ത് വരുമ്പോ അലനല്ലൂർ ഉസ്താദിനെ ഓർമ്മ വരും. താഴക്കോട് കുഞ്ഞലവി മുസ്ലിയാരെ കേട്ടിട്ടുണ്ട്. അല്ലാഹുവൊക്കെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മുടെ പ്രവർത്തകന്മാർ കൊല ചെയ്യപ്പെട്ടു പോയവരുണ്ട്, കൊല്ലപ്പെട്ടവരുണ്ട്. മണ്ണാർക്കാട് ഭാഗത്ത് വരുമ്പോൾ അവർ ഓർമ്മ വരും. ഈ കെ ഹസൻ മുസ്ലിയാരവറുകളെയും ബാപ്പു മുസ്ലിയാരെയും അബൂക്കർ ഹാജിയെയും ഒക്കെ പാലക്കാട് ഭാഗത്ത് വരുമ്പോൾ ഓർമ്മ വരും. ഈ മലപ്പുറം ജില്ലയിൽ, പാലക്കാട് ജില്ലയിലുമൊക്കെ നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളെ സഹായിച്ച് സഹകരിച്ച് എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട്. നമ്മുടെ പരിചയക്കാർ മരിച്ചു പോയവരുണ്ട്. നമ്മുടെ ഉസ്താദുമാര് മരണപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും ഖബറിൽ നീ ദർജ വർദ്ധിപ്പിക്കണം റഹ്മാനെ. എല്ലാവരുടെ പേരിലും, ഇവിടുത്തെ മൈതാനിയിൽ മറവ് ചെയ്യപ്പെട്ടവരുടെ പേരിലും, ഇതിന്റെ ചുറ്റുപാടിൽ നിന്ന് മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങളുടെ പേരിലും ഫാത്തിഹയും സൂറത്തും ഓതിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. ഈ കസേര ഇങ്ങനെ എടുത്തു വെച്ചാൽ അതിന്റെ അർത്ഥം നിങ്ങളോട് സംഭാവന വാങ്ങിച്ചു കൊടുക്കണം എന്നാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ നല്ല സംഭാവന തരണം. പക്ഷേ ഒരു ചെറിയ ഉപകാരം ചെയ്യണം. നിന്റെ കൈ പിടിക്കാതെ സംഭാവന തരണം. എന്റെ കൈക്ക് ചെറിയ വേദനയുണ്ട്, അതുകൊണ്ട് അല്ലാതെ കൈ പിടിച്ചാൽ ആകാശത്തിന് വലിഞ്ഞു വീണിട്ടൊന്നുമില്ല. കൈക്ക് ചെറിയ വേദനയുണ്ട്. അപ്പൊ ചിലര് ഞാൻ കൈ ഇങ്ങനെ സംഭാവന വാങ്ങുമ്പോ ചിലപ്പോ എനിക്ക് പിടിക്കുമെന്ന് തോന്നി ഞാൻ കൈ വലിക്കുമ്പോൾ അവർ നല്ല ശക്തിയിൽ വലിക്കും. അപ്പൊ നന്നായിട്ട് എനിക്ക് വേദനയാവും. ചിലര് സ്നേഹത്തിന്റെ കടുപ്പം കൊണ്ട് പിടിച്ചു ഞെക്കും. അപ്പൊ അതിനനുസരിച്ച് ഞാൻ വേദനയാവും. അതുകൊണ്ട് അള്ളാഹു തആല രോഗങ്ങളൊക്കെ മാറ്റി തരട്ടെ. നല്ല സംഭാവന എല്ലാവരും തരണം. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് ആക്കുത്തരമുള്ള മജ്‌ലിസാക്കട്ടെ. ഇവിടുന്ന് വണ്ടി എടുത്ത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഞാൻ പറഞ്ഞു, ഞാൻ കർണാടകയിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. അപ്പൊ എന്റെ വണ്ടിയിൽ ഞാൻ ഓടിയാലും എത്തൂല. അപ്പൊ വടകരന്ന് ഞാൻ മെല്ലെ ട്രെയിനിൽ കയറി പാലക്കാട് വരെ. കാറ് ഡ്രൈവർ ഓടിങ്ങെടുത്തോളം മതി, എനിക്ക് തിരിച്ചു പോണ്ടേ. ഈ പോക്ക് ഇങ്ങനെ തന്നെ നാളെ രാവിലെ പോകേണ്ട ഗൂഡല്ലൂരേക്കാണ്. ഗൂഡല്ലൂരിൽ നിന്ന് ഉച്ചക്ക് പ്രസംഗം കഴിഞ്ഞിട്ട് പിന്നെ പോകേണ്ടത് പെരിങ്ങത്തൂർ, കണ്ണൂർ ജില്ലയിൽ പെരിങ്ങത്തൂർ വേദ പറയാനാണ്. അപ്പൊ
അപ്പോ കാർ ഇവിടെ വരാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് പോകണ്ടേ, അതിന് ഇവിടുത്തെ ആൾക്കാർ കാറും എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവിടുന്ന് പാലക്കാട് സമ്മേളനത്തിൽ പോയി പങ്കെടുത്ത് അവിടുന്ന് ഇവിടത്തോളം വന്ന് അല്ലാഹു തആല അവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ എല്ലാവരും സഹകരിച്ചിട്ടല്ലേ നമ്മുടെ ദീനീ പ്രവർത്തനങ്ങൾ. നമുക്ക് നിങ്ങളോടാണ് കടപ്പാട്, ഇങ്ങോട്ടല്ല. നിങ്ങളോട് അങ്ങോട്ടാണ് കടപ്പാട്. കാരണം നമുക്ക് അറിയുന്നത് പറയണമെങ്കിൽ വേദി ഉണ്ടാക്കി തരണ്ടേ, നമുക്ക് സ്റ്റേജ് കിട്ടാൻ കഴിയുമോ, നമുക്കിങ്ങനെ പന്തലിടാൻ കഴിയുമോ? അപ്പൊ നിങ്ങളോട് അങ്ങോട്ടാ കടപ്പാട്. കാരണം നമുക്കറിയുന്ന വിതരണം ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തരുന്നത് മുഅ്മിനീങ്ങളാണ്. അതുകൊണ്ട് സ്വാഗതം നിങ്ങൾക്കാ പറയേണ്ടത്, നന്ദി നിങ്ങൾക്കാ പറയേണ്ടത്, കടപ്പാട് നിങ്ങളോടാണ്, നിങ്ങൾക്ക് ഇങ്ങോട്ടല്ല. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ദുനിയാവിന് വേണ്ടിയല്ല, ദുനിയാവിന്റെ കാര്യലാഭത്തിന് വേണ്ടിയല്ല. പണ്ഡിതന്മാർ പഠിച്ചത് പറയണം, തുറന്നു പറയണം, നല്ല നിലക്ക് പറയണം, പ്രകോപിതരാകാതെ പറയണം, ദേഷ്യം പിടിക്കാതെ പറയണം, മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കണം എന്ന നിലക്ക് പറയണം. അല്ലാഹു തആല നമ്മളെ സദസ്സുകളൊക്കെ നാഫിഅ ഇൽമു വർദ്ധിക്കാനുള്ള കാരണമായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും ഫാത്തിഹ ഓതണം. സിറാജുൽ ഹുദ എന്ന സ്ഥാപനത്തിന് പലരും വഴിക്കുന്ന നേർച്ച തന്നിട്ടുണ്ട്. വരുന്ന സമയത്ത് അവിടുന്ന് തന്നിട്ടുണ്ട്, പൊന്ന് തന്നവരുണ്ട്. പക്ഷെ ഈ പൊന്ന് ഇവിടത്തേക്കാണ് കേട്ടോ, ഇത് ഇവിടത്തേക്ക് തന്ന പൊന്നാണ്, ഇത് സിറാജുൽ ഹുദക്കുള്ളതല്ല. അല്ലാഹു തആല ഈ സ്വർണം കൊടുത്തയച്ചവർക്ക് ഖൈറും ബർക്കത്തും നൽകട്ടെ. എല്ലാവർക്കും അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. സിറാജുൽ ഹുദക്ക് ഞാൻ വാങ്ങിച്ചോളാം, തിരക്കൂട്ടല്ല. അതുകൊണ്ട് ഇവിടത്തേക്ക് എല്ലാവരും സംഭാവന തരണം. സിറാജുൽ ഹുദയിലേക്ക് വല്ലവരും കൊണ്ടുവന്നത് ആ സക്കാഫിന്റെ അടുത്ത് കൊടുത്താൽ മതി. സിറാജുൽ ഹുദയിൽ വന്ന സക്കാഫിട്ട് അയാളെ കൈ കൊടുത്താൽ മതി. എല്ലാവരും നല്ല നിയ്യത്തോടെ ആമീൻ പറയണം. അതിന് ഫാത്തിഹ സൂറത്ത് ഓതണം. ഈ മൈക്ക് ഒരു മൈക്ക് വേറെ ഉണ്ടോ മോനെ? ഒരു ടർണർ വടിയൊന്നും വേണ്ട, മൈക്ക് മാത്രം തന്നാൽ കൈ പിടിച്ചോ. حضرة النبي سيدنا محمد صلى الله عليه وسلم إلى خير الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر